ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മൃഗങ്ങളുടെ ആധിപത്യം വന്നാൽ നമ്മളുടെ രാജ്യം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ്. ആദ്യമായി ആനക്കാട്ടിൽ ചാർക്കോച്ചിയുടെ ആനവണ്ടി കാണാം. തൃശ്ശൂർക്ക് ആരെങ്കിലും ഉണ്ടോ? അടുത്തതായി കുരങ്ങൻ മാഷിന്റെ സ്കൂൾ കാണാം. ഇന്ന് നമ്മൾ കാടിന്റെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നു. സിംഹമാണ് രാജാവ്, എന്നാൽ ആനയാണ് ഏറ്റവും വലുത്. അടുത്തതായി ആമച്ചാരി കാരണം പണി കിട്ടിയ ഒരു ട്രാഫിക് കാണാം. എത്ര നേരം കൂടി നമ്മളിങ്ങനെ കാത്തു നിൽക്കണം? അടുത്തതായി നമ്മുടെ ആനമേസിയുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കാണാം. ഇത് മുകളിലേക്ക് ഉയർത്തുക. കോൺക്രീറ്റ് ശ്രദ്ധിക്കൂ, വേഗമാകട്ടെ, നമുക്ക് പണിയുണ്ട്. അടുത്തതായി നമുക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് കാണാം. ആകെ 1500 രൂപയായി. എല്ലാം കിട്ടിയോ? അതെ, നന്ദി. ഇവിടുത്തെ സേവനം വളരെ മികച്ചതാണ്. അടുത്ത വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മീച്ചു നിൽക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യടാ തന്തക്കുടമേ. അടുത്തതായി നമുക്ക് കേരളത്തിലെ ഒരു ഓട്ടോ സ്റ്റാൻഡ് കാണാം. വേഗം പോക്ക്, മാറി നിൽക്ക്, വഴി ബ്ലോക്ക് ആക്കരുത്. ഇനി കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാണാം. ആരാണ് ശബ്ദമുണ്ടാക്കുന്നത്? ഞങ്ങൾക്ക് ഇലക്ഷൻ നടക്കുകയാണെന്നറിയില്ലേ? ഇനി നാട്ടുകാരുടെ കണ്ണിലെ കരടായ നമ്മുടെ സ്വന്തം റൈഡർ കണ്ണാപ്പിയെ കാണാം. Nerdawan Perdicone. Call up on the Potisu and the rating are important number 38. മൃഗാധിപത്യം വന്നാൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ചില സംഭവ വികാസങ്ങളാണ് നിങ്ങൾ കണ്ടത്. കൂടുതൽ ഐഡിയാസ് നിങ്ങളുടെ മണ്ടയിൽ ഉദിക്കുന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ കത്തിക്കണമെന്ന് അറിയിക്കുന്നു. നല്ല കമന്റുകൾക്ക് പൂച്ചാണ്ടിയുടെ വക പ്രോത്സാഹന സമ്മാനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോ ബൈ.